അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അവർ എല്ലാവരും CAT അടക്കം എല്ലാവരും എൻ്റെ ഓഫീസിൽ നടന്ന മീറ്റിങ്ങിൽ നിങ്ങളെല്ലാം പങ്കെടുത്താണ്. സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് സമരം പിൻവലിക്കണമെന്നോ എഴുതണമെന്ന് ചോദിച്ചു. ശരി, എഴുതിക്കോളാൻ പറഞ്ഞു. ആ മിനിറ്റ്സിൻ്റെ അടിയിൽ ഞങ്ങൾ സമരം പിൻവലിക്കുന്നു എഴുതി, ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് ആ പത്രസമ്മേളനത്തിൽ അവരെല്ലാം പങ്കെടുത്തില്ലേ. ഈ സന്തുഷ്ടി അവിടുന്ന് ഇറങ്ങിയ ശേഷം ഇല്ലാതാവാൻ കാരണം ഈ ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ വേണം എന്ന് പറഞ്ഞു. ഇൻസ്ട്രക്ടർ, എൻ്റെ സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നു? ഇൻസ്ട്രക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്നത്. ആ ഇൻസ്ട്രക്ടർ ആശാൻ ഫീസ് എന്നൊരു പൈസ വാങ്ങിയിട്ടുണ്ട്. ഈ ഡ്രഗ്സിന് പോകുന്ന ആളുടെ നിന്ന് 500 രൂപ ആശാൻ ഫീസ് വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ആ ആശാൻ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയില്ലേ. ഇപ്പോൾ ആശാനോടെ പോയി. ആശാൻ വന്നോട്ടെന്നേ എന്നോട് പറഞ്ഞു 75 വയസ്സുള്ള ആശാനുണ്ട്. ഞാൻ 75 വയസ്സുള്ള ആശാൻ തണൽ മരത്തിൻ്റെ അടിയിൽ കസരയിട്ടിരുന്നാൽ മതി, ഒരു വിഷമമില്ല. പക്ഷെ ആശാൻ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിലുള്ളതാണ്. വരും എന്ന് അവരവിടെ സമ്മതിച്ച് ഒപ്പിട്ടതുകൊണ്ട് വിവരാവകാശ നിയമം വെച്ച് നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം അത്തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ടോ. ആ യോഗത്തിൽ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് മാന്യമായൊരു ഉത്തരവാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ സമരത്തിൻ്റെ കാര്യം എന്തെന്ന് പറയാം, അതൊന്നും അറിയത്തില്ല. ഇനി കാരണം എനിക്ക് നോട്ടീസ് എന്തെന്നില്ല, അത് അറിയത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരു നല്ല നിലവാരമുള്ള അപകടരഹിതമായ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ലൈസൻസ് കൊടുക്കണം എന്ന് LDF സർക്കാർ ആഗ്രഹിച്ചു. ജനങ്ങൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം ചേർക്കുന്നത്? നിങ്ങൾക്കറിയാലോ, ബഹുഭൂരിപക്ഷം ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നവരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരു നല്ല ലൈസൻസേ കൊടുക്കാവൂ എന്ന് വാശി പിടിക്കുക. ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല, അക്കൗണ്ടന്റ് ജനറലിൻ്റെ പരിശോധനയുണ്ട്. ആ പരിശോധന റിപ്പോർട്ടിൻ്റെ പകർപ്പുണെ നിങ്ങൾക്ക് ഞാൻ തരാം. അതിൽ പറയുന്നുണ്ട് ഈ അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഇത്തരം മോശപ്പെട്ട ലൈസൻസുകൾ കൊടുക്കുന്നത് റോഡ് സേഫ്റ്റിക്ക് വളരെ ദോഷം ചെയ്യും എന്ന് ഞാനല്ല പറഞ്ഞത്. അക്കൗണ്ടന്റ് ജനറൽ പഠനം നടത്തിയതിനു ശേഷം എവിടെയൊക്കെയാണ് ഈ ലൈസൻസിങ്ങിൽ തകരാറുള്ളതെന്ന് അവരുടെ റിപ്പോർട്ടുണ്ട്. അത് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ കണ്ടെത്തലാണ്, എൻ്റെ കണ്ടെത്തലല്ല. അതുകൊണ്ട് അതിലൊന്നും ഒരു മാറ്റവുമില്ല. നല്ല ലൈസൻസ് ഏതാനും ദിവസങ്ങളിൽ എല്ലാം റെഡിയായി കഴിഞ്ഞു. KSRTCയുടെ ബെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂള് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യും. MLA പങ്കെടുക്കും. അദ്ദേഹത്തെ നേരത്തെ വിളിച്ചിട്ട് ഡേറ്റ് മുഖ്യമന്ത്രി പറയും. അദ്ദേഹം ഓൺലൈനിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. KSRTCയുടെ എല്ലാ സൗകര്യങ്ങളും കൂടെ ഡ്രൈവിംഗ് സെൻറ്റർ ആദ്യത്തത് ഇവിടെയാണ് തുടങ്ങുന്നത്, തിരുവനന്തപുരത്ത്.